ഖംനെയിയെ പുറത്താക്കിയാൽ ഇറാനിൽ എന്ത് സംഭവിക്കും? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ ചിലതൊക്കെയുണ്ട്. ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട പ്രതിപക്ഷ സംഘടനകളാണ്. ഭരണം പിടിക്കാൻ ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവമാണ്. പതിറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് പേരാണ് ബഹുജന പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങിയത് എന്നതും നമ്മൾ ഇറാനിൽ നിന്ന് വായിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇറാനിൽ നിലവിലെ ഇസ്ലാമിക് ഭരണ നേതൃത്വത്തെ എതിർക്കുന്നവരാണ് പ്രതിപക്ഷ പാർട്ടികൾ. പെഹ്ലവി രാജവാഴ്ച തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരും ഇതിലുണ്ട്. രാജഭരണ സംവിധാനത്തിലെ അവസാനത്തെ ഷാ മുഹമ്മദ് റസാ പെഹ്ലവിയുടെ മകൻ റസാ പെഹ്ലവിയും ഇതിൽപ്പെടുന്നു. നാടുകടത്തപ്പെട്ട് അമേരിക്കയിൽ കഴിയുന്ന പെഹ്ലവി സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് പരോക്ഷമായി നേതൃത്വം നൽകുന്നു. ഖംനെയി സർക്കാരിനെതിരെ സമ്മർദ്ദവുമായി രാജ്യത്തിനകത്തും പുറത്തും സംഘടനകൾ സജീവമാണ്. കുർദ്, ബലൂജ് വിഭാഗക്കാർ ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി വാദിക്കുന്നു. സർക്കാരിനെതിരെ ഇടതുപക്ഷ ഗ്രൂപ്പുകളും ശക്തമാണ്. പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി UK-യിലും ജർമ്മനിയിലും പ്രതിഷേധ റാലികൾ അരങ്ങേറി. എന്നാൽ ഖമനേയിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധിക്കുമ്പോഴും സർക്കാർ രൂപീകരിക്കുന്നതിന് ഒന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷമില്ല. എന്നാൽ അണികൾക്കിടയിലുള്ള ഭിന്നതയും ഭരണകൂട അടിച്ചമർത്തലും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട്. പലർക്കും പല ലക്ഷ്യങ്ങളാണുള്ളത്. രാജ്യത്തിനകത്ത് പ്രതിപക്ഷത്തിന് ശക്തനായ നേതാവില്ല. ഇറാനിലെ ഗ്രീൻ മൂവ്മെന്റ് 2009 ജൂണിൽ അന്നത്തെ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനജാദിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ നടത്തിയ പ്രതിഷേധം സർക്കാർ അടിച്ചമർത്തി. 2022 സ്ത്രീകളുടെ അവകാശങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇറാനിൽ വീണ്ടും പിടിമുറുക്കി. എന്നാൽ പ്രതിഷേധക്കാരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.